ആ നേഹ നോക്ക്, എന്തെങ്കിലും തെളിവ് കിട്ടിയാ അപ്പൊ എന്നെ അറിയിക്കേ. ശരി മാഡം. ആ കണക്ക് പരിശോധനയൊക്കെ കഴിഞ്ഞോ? ഏയ്, അങ്ങനെ പരിശോധനയൊന്നുമല്ല, വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. വെറുതെ നോക്കണ്ട, കൃത്യമായും വ്യക്തമായും തന്നെ നോക്കണം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. അത് നിനക്ക് ആരെയും വിശ്വാസമില്ല. അതുപോലല്ല എല്ലാരും. ഞാൻ ആരെ സംശയിച്ചെന്നാ? നിനക്കെല്ലാരെയും വിശ്വാസമാണോ? ഈ വീട്ടിലുള്ളവരെങ്കിലും? അതെ, ഈ വീട്ടിൽ താമസിക്കുന്നവര് എന്റെ ഭർത്താവും എന്റെ മക്കളും ഒക്കെയാ. അവരെ ഞാൻ എന്തിനു സംശയിക്കണം? എന്നിട്ടാണോ മരുമകളെ കുറിച്ച് അന്വേഷിക്കാൻ നീ ഒരു CID ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അവള് രാജകുടുംബത്തിലെ അല്ലെന്ന് നേഹ പറയുന്നത്. എന്താ വായി നോക്കി നിൽക്കുന്നേ? അവര് കേട്ട് കാണുമോ മാഡം? വാക്കൊന്നും പ്രവൃത്തി രണ്ടുമാകരുത്. നിന്റെ മകൻ അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസമായി. ഇപ്പോഴും നീ അവളുടെ പുറകെ സംശയമായിട്ട് നടക്കുന്നു. നീ ഈ സംശയവും മനസ്സിൽ വെച്ച് ആ CID പെണ്ണിനെ നൂലിൽ കെട്ടി ഇറക്കിയപ്പോ നീ എന്താ കരുതിയത്? ഇതൊന്നും ആരും അറിയില്ലെന്നോ? മരുമകളെ കുറിച്ച് അന്വേഷിക്കാൻ CIDക്ക് കാശ് കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ അമ്മായിയമ്മ. എന്നിട്ടെല്ലാരെയും വിശ്വാസമാണെന്ന് പോലും. വിശ്വാസം. നിങ്ങളൊന്ന് നിക്കണം. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും മൂത്ത മകന്റെ ഭാര്യയുടെ വീട് എവിടെയാണെന്നറിയാമോ? സ്ഥലം, അച്ഛനമ്മമാർ, കുടുംബം, ഈ വക കാര്യങ്ങളൊക്കെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയില്ല. അറിയാൻ താല്പര്യവും ഇല്ല. താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുൻപേ CIDയെ നൂലിൽ കെട്ടി ഇറക്കുന്നത് നിങ്ങളായിരുന്നേനെ. എനിക്ക് കാശുമുടക്കില്ലായിരുന്നു. വന്ന് കയറിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ 1% പോലും ഞാൻ അവളെ വിശ്വസിച്ചിട്ടില്ല. എന്റെ വലം കൈയിലുണ്ടായിരുന്ന ചരട് ഞാനൊന്ന് അയച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അവൾ ആരാണെന്നും എന്തായിരുന്നെന്നും എനിക്കറിയണം. എന്റെ മനസ്സിൽ അവളെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തെറ്റിയെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം അവള് ഈ പടിക്ക് പുറത്താ. അർജുന്റെ മനസ്സിൽ നിന്നും. അതിനുവേണ്ടി തന്നെയാ അവൾ ആരാണെന്നറിയാൻ ഞാനൊരു ശമ്പളക്കാരിയെ വച്ചത്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറഞ്ഞു നിന്ന് കാണുകയും അത് എത്തേണ്ട കാതുകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഈ വീട്ടിലെ CIDകളുണ്ടല്ലോ, പണമായിട്ടല്ലാതെ സ്നേഹത്തിനും കരുതലിനും മറ്റു പലതിനും പൈസ വാങ്ങാതെ ജോലി ചെയ്യുന്ന CIDകൾ. അവർക്കുള്ള കൂലി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഐശ്വര്യയുടെ കാര്യത്തിൽ എനിക്കുള്ള സംശയം ഞാൻ കാശ് മുടക്കി തന്നെ കണ്ടുപിടിച്ചോളാം.
നേഹ എവിടെയാ? ഞാൻ ഇലവദേശം കൊട്ടാരത്തിലേക്കൊന്ന് വന്നു. ഐശ്വര്യലക്ഷ്മിയും ഈ കൊട്ടാരവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോന്ന് അറിയാനായി വന്നതാ. അതിന് ഇപ്പൊ അവിടെ ആരും ഇല്ലല്ലോ. ഇല്ല, എന്നാലും വെറുതെ ഒരു വിസിറ്റ്. ചിലപ്പോ ഒരു ഫാമിലി ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടിയാ ജോലി കൂടുതൽ എളുപ്പമാവുമല്ലോ. ആ, നേഹ നോക്ക്, എന്തെങ്കിലും തെളിവ് കിട്ടിയാ അപ്പൊ എന്നെ അറിയിക്കേ. ശരി മാഡം. ഇന്നത്തെ ദിവസം അച്ഛന് വലിയ സന്തോഷായി. അച്ഛനും പ്രതീക്ഷിച്ചില്ല താൻ കാരണം ഇതൊക്കെ നടന്നത്. നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് മറ്റുള്ളവർക്ക് വലിയ ഉപകാരമായി മാറുമ്പോഴല്ലേ മനസ്സിലൊരു സന്തോഷം. ആ അതെ, ഇനി താൻ അടുത്ത് പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. എന്നാലേ അത് വേണ്ട. നമുക്കിടയിൽ എന്തിനാ നന്ദിയുടെയൊക്കെ ആവശ്യം? എല്ലാം അങ്ങ് നടന്നോളും. താൻ ധൈര്യമായിട്ടിരിക്കണോ? താനും കൂടി ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ആകെ ഒറ്റപ്പെട്ടു പോയേനല്ലേ? ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നേനെ. ഇതിൽ പലതും നടക്കേയില്ല. ആ തന്നോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയാതിരിക്കുന്നേ? എല്ലാത്തിനും ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇതിന്റെ എല്ലാം കൂടെ നമുക്ക് തന്റെ ചേച്ചിയെ കുറിച്ചുകൂടി ഒന്ന് അന്വേഷിച്ചാലോ? അല്ല, ഈ സമയത്തല്ലേ ചേച്ചി അടുത്ത് വേണ്ടത്? ചേച്ചി കൂടി ഇപ്പൊ കൂടി ഉണ്ടെങ്കിൽ അത് തനിക്ക് വലിയൊരു സഹായാവില്ലേ? താനെന്താടോ പെട്ടെന്ന് സൈലന്റ് ആയത്? ഇനി അതിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇങ്ങോട്ട് വാടി. കൊച്ചിപ്പോ ഫോണിൽ പറഞ്ഞില്ലേ ഐശ്വര്യലക്ഷ്മി? ആ പെണ്ണിനെ എനിക്കറിയാം. എന്നോട് ചോര്, ഞാൻ പറഞ്ഞുതരാം. കൊച്ചെല്ലാം അറിഞ്ഞിട്ടും ഇനിയും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം നീ ഇനി ഇവിടുന്ന് പുറത്തു പോവില്ല.